കുട്ടികൾ ഞാനൊന്ന് പറയാം കേട്ടോ. കാരണം എൻ്റെ ഒരു സംഘകാരാണ്. അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നേക്കും. ഫസ്റ്റ് എണ്ണ ഒരു വാസി ടാപ്പാണ്. അത്ര ഭംഗിയൊന്നുമില്ല കാണാൻ. ഇതാ ഒരു വാസി ടാപ്പാണേ. വാസി ടാപ്പ്. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു വാഷി ടാപ്പാണ്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ്. ഇത് വലിയ ചക്കപ്പോത്തിൻ്റെ വാഷി ടാപ്പ്. ഇത് ഞാൻ ഒന്നിൽ കുടിക്കി വെച്ചാണ്. ഞാൻ പിന്നെ ഒരുതാണ് എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു വട്ടത്തിൽ കുടിക്കി വെച്ചാൽ ഇത് ഇതിൻ്റെ ഈ ചിത്രമൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇത് ഇത്തിരിയേ ഉള്ളൂ വയസ്സ്. ഞാൻ ഇത്തിരിയേ ഉണ്ടാക്കിയുള്ളൂ. കാരണം ഒരു A4 കൊള്ളുന്നതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഈ വട്ടത്തിനെയും കാട്ടും വലുതാ. പേപ്പർ ഞാൻ വെട്ടിയത്. നമ്മൾ കുട്ടികൾ നമ്മളിലാരും അന്യം മാറല്ല, നമ്മൾ ഒരൊറ്റ മനുഷ്യ കുടുംബം. പിന്നെയുള്ളത് നമ്മൾ ഇമോജി സ്റ്റിക്കേഴ്സാണ്. ഇത് കുറേ ഇമോജി സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ എണ്ണം ഞാൻ എടുത്താണ് ഉപയോഗിക്കുക. ഇത് ഇതിൽ നിന്ന് വീണുപോയതാണ്. ഇത് നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതാണ് എന്തിനാ പറയുക, മറ്റേ ഷീറ്റില്ലേ, ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും എഴുതാം. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ ചാനലിലൊക്കെ പറ്റുന്ന ജേണൽ സപ്ലൈസാണ്. പിന്നെ അത് ഞാൻ പൊട്ടത്രം ചെയ്ത് വെച്ചൊരു വാഷി ടാപ്പാണ്. ചിത്രമൊക്കെ നല്ല ഭംഗിയുണ്ടാവും ഗൈസ്. പക്ഷേ ഞാൻ പൊട്ടത്രം ചെയ്ത് എന്താണെന്നോ, ഞാനില്ലേ ഒരു വട്ടം ഉണ്ടാക്കി പേപ്പർ വെച്ച് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഫുള്ള് പശ വെച്ച് ഒട്ടിച്ച്. പിന്നെ എങ്ങനെയാണ് ഗൈസ് ഇതിങ്ങനെ പൊളിക്കുമ്പോൾ കിട്ടുക? ഇത്രയും മരം കണ്ടെത്തിയാണ്. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കണ്ടു, അതൊരു നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ജേണലിലൊക്കെ ഒട്ടിച്ചേക്കാം. ഞാൻ പുതിയ ജേണൽ ചെയ്തിട്ടുണ്ട്. ഇടീന്ന് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത്. ഞാൻ പുതിയ ജേണൽസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് കുഴപ്പമില്ലാണ്ട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലോണം കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് അങ്ങനെയാണ്. ഇതെനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇതെന്താന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം നമുക്ക് എന്തെങ്കിലും എഴുതി ഇത് തലത്തിനെ വെച്ച് എന്തെങ്കിലും എഴുതി നമുക്ക് ചാനലൊട്ടിക്കാം. ഞാൻ കുറേ വാഷി ടാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വേറൊരു വാഷി ടാപ്പ്. നമ്മൾ കുട്ടികൾ നമ്മളിലാരും അന്യന്മാരല്ല, നമ്മൾ ഒരൊറ്റ മനുഷ്യ കുടുംബം സോദരരെല്ലാവരും. നമ്മൾ കുട്ടികൾ നമ്മളിലാരും അന്യന്മാർ. ഞങ്ങളൊരു പാട്ടാണ്, സംഘഗാനം. ഞാൻ പാടിയത്. ഇതും അങ്ങനെ നമുക്ക് എന്തെങ്കിലും എഴുതി പേരോ എന്തെങ്കിലും എഴുതി ഒട്ടിക്കാം. ഇത് അതിൻ്റെ തല തെറിച്ച് ലവൊക്കെ വരച്ചാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് കളർ ചെയ്ത് നല്ല രസമുണ്ട്. ഞാൻ അങ്ങനെ ജേണലിൽ ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാണ്. കാരണം ഇതിന് കളർ ചെയ്ത് ലേശോടി ഭംഗിയുണ്ടാവും. ഞാൻ ഒരു ആപ്പിൽ നിന്ന് എടുത്താണ്. പക്ഷെ ആ ആപ്പ് എനിക്ക് ഇഷ്ടമല്ല. കണ്ടോ, ഇത് നിങ്ങൾ നല്ലോണം കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് നിങ്ങളിപ്പം LKG സോറി നിങ്ങളിപ്പോൾ 1-2 ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതെന്ന് വെച്ചാൽ 1-2 ക്ലാസ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതെന്ന് വെച്ചാൽ പോലെ നിങ്ങൾ 3, 4, 5 എന്ന് പറഞ്ഞാൽ ഒരു ഇതെന്ന് തന്നെയല്ല. 1-ാം ക്ലാസ്സോ 1-ാം ക്ലാസ് അല്ല, ഇപ്പം നിങ്ങൾക്ക് നല്ല ബുദ്ധിയൊക്കെ കിട്ടുന്ന ഒരു 3-ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റിനോട് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ 2-ാം ക്ലാസ്സത്തെയോ 1-ാം ക്ലാസ്സത്തെയോ നമ്മളെ പുസ്തകം ഉണ്ടാവില്ലേ, ടെക്സ്റ്റ്, അതിലത്തെ കുറച്ച് എഴുതിയ ഭാഗം കീറാത്തത് നല്ല നീറ്റായ വരടാത്തയോ ഒക്കെ ഉള്ള ഭാഗം ഇങ്ങനെ എടുക്കുക. പിന്നെ കത്തിക്കുന്ന കുട്ടികൾ ചെയ്യരുത്. അത് നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാനും ഒരു കുട്ടി തന്നെയാണ്. പക്ഷേ ഞാൻ ചെയ്തതിൽ അബദ്ധം പറ്റി. എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടോ ഇതിനകത്ത് ചെയ്തിട്ടെന്ന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എപ്പോഴോ ഉണ്ടാക്കി വെച്ചാണിത്. പിന്നെ അതിട്ടാ 2 കൂടി 2 5, 6, 7, 8, 9, 10 കൂടി കേട്ടോ. ഇത് ഞാൻ മുണ്ടില്ല. ഇത്ര നേരം കാണിച്ചൊക്കെ ആണെങ്കിൽ ഇല്ലത്. ഇത് നമുക്ക് എന്തെങ്കിലും എഴുതട്ടോ, നിങ്ങൾ നല്ലോണം കാണായിട്ടോ. നമ്മൾ കുട്ടികൾ നമ്മളിലാരും അന്യന്മാരല്ല. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്ത് അതൊക്കെ ഭയങ്കര ഇഷ്ടമായ. പിന്നെ ലാഷം 3 വാഷി ടാപ്സ്. പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുന്ന വേറൊന്ന്. ഇത് വേറൊന്ന്.
ഇത് വേറൊന്ന്, ഇത് വേറൊന്ന്, ഇതിലെന്ത് എഴുതാം, ഇത് വേറൊന്ന്, ഇത് വേറൊന്ന്, ഇത് വേറൊന്ന്, അയ്യോ ഇത് അങ്ങനത്തെ രണ്ടെണ്ണം കൂടിയും, പിന്നെ എന്തെങ്കിലും കുഞ്ഞി തോട്ട്സൊക്കെ എഴുതാണെങ്കിൽ ചുടുമൊക്കെ ആയിട്ട് എഴുതുന്നത്. പിന്നെ ഇതൊക്കെ എടുത്ത് വെട്ടൊട്ടിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കിയാണ്. ഇതിൽ നിങ്ങൾ ചിത്രമില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഈ രണ്ടെണ്ണത്തിൽ അതിൽ ചിത്രമൊക്കെ ഉണ്ട്, നിങ്ങൾ കാണാനിട്ടാണ്. പിന്നെ ഇത് ഞാനൊരു ലവ് ഒരു ചിഹ്നം ഞാൻ വിട്ടെടുത്താണ്. കണ്ടോ, ഞാനിത് ഒരു ഞാൻ എൻ്റെ റൂമിലെ സാധനങ്ങൾ കളിക്കാൻ കേട്ടോ ഒന്ന്, എന്ന് വെച്ചാൽ റൂം ടൂർ ഞാൻ പറയാം. അപ്പം നമുക്ക് തിരിച്ചെല്ലാം ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഇനിയും ഉണ്ടാക്കണമുണ്ട്. ഇനി ഞാൻ അതൊക്കെ ഉണ്ടാക്കും, പക്ഷേ ഇതിനൊന്നും ഞാൻ എടുക്കല്ല. ഇന്നലെ രാത്രി ഞാൻ 2-3 പേജ് ചെയ്തിട്ടുണ്ടായി ചാനൽ. എനിക്ക് കൂടുതൽ ഐഡിയ കിട്ടില്ല. എൻ്റെ ചാനൽ ഉണ്ട് ആരും വൃത്തിയായിട്ട് കമൻറ്റ് ഒന്നും ഇതായത് കിട്ടോ. കാരണം എനിക്ക് എങ്ങനെയൊക്കെ അറിയും. ഞാൻ ആകെ ഇപ്പം 3ല പഠിക്കുന്നേ. എന്നാലും നിങ്ങൾ ചർച്ച 3 പഠിക്കുന്നത് എനിക്കൊരു യൂട്യൂബ് ചാനൽ. ചിലവരിത് കേട്ട് ചന്തം കിട്ടോ വേണ്ട. അപ്പം നമ്മളെ ഈ ആക്രിപീഡിയ പോവുകയാണ്. ഇനി നമുക്കൊരു ചാനൽ കാണിച്ചു തരാം. ഒരു ചാനലല്ല, എൻ്റെ ചാനൽ. ഫസ്റ്റ് തന്നെ ഗൈസ്, എൻ്റെ ഈ ബുക്കിന് ഒരു ചട്ട ഉണ്ടായി. ഇതാ ഒരു ചട്ട ഉണ്ടായി. ആ ചട്ട ഞാൻ പറിച്ചതാണ് ഗൈസ്. പറിച്ചതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ആ ചട്ട ഞാൻ പോക്കിയതാണ്. ഇത് പോക്കാൻ പറ്റുന്നൊരു ചട്ട. കാരണം അത്ര എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ചട്ടയാണ്. എൻ്റെ ചിലവർ വാങ്ങിയിട്ടാളല്ല എൻ്റെ ചാനൽ. എൻ്റെ ചാനലിൽ വേറെയും കാര്യങ്ങളുണ്ട്, വേറെ നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ വിചാരിക്കും ഓരോന്നൊരു പേപ്പറാണ്, അല്ല ഒരു ഷീറ്റ് ആയിട്ടാണ്. പക്ഷെ നമുക്ക് കഴിച്ചത് പേപ്പർ പോലെ കീറാം. കണ്ടോ, ഇത് പിന്നെ ഒരു നല്ലൊരു ചിത്രമാണ്. പക്ഷെ ഞാനിതിൽ വെട്ടും കുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. ഇതൊക്കെ ഞാൻ അതിലിട്ടാണ്. ഇന്നലെ ഞാൻ രാത്രി ചെയ്തിരുന്നില്ല, അതുകൊണ്ടാണ്. ഇതിൽ ഞാനൊരു പിഞ്ച് കഷ്ണം പോലും എടുത്തില്ല. പിന്നെ ഇതൊരു ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈൻ്റെ ഒരു ചിത്രമാണ്. ഇത് കാണുമ്പോൾ എച്ചൊക്കെ പോലെ ഉണ്ടോ. ഇത് ഞാൻ വെട്ടിയെടുത്താണ്, എനിക്ക് ആവശ്യം ഉണ്ടായതിനോട് ഞാൻ വെട്ടിയെടുത്താണ്. ഇത് അങ്ങനത്തെ ഒരു സ്റ്റിക്കേഴ്സാണ് ഗൈസ്. എൻ്റെ പലതരം സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് നേരത്തെ പോലെ ഷീറ്റ്, പക്ഷേ ഇങ്ങനെ കീറാനും പറ്റും. ഇതിനെപ്പറ്റി എനിക്ക് പറയാനുണ്ടോ, ഇതിനെപ്പറ്റി പിന്നെ എന്താ പറയുള്ളൂ, കുറച്ച് വെട്ടും കുത്തും പോലെ. ഇതും ഷേപ്പ് വാങ്ങിക്കാണ്, പക്ഷേ കീറാം. ഇതും ഷേപ്പ് പോലെയാണ്, പക്ഷേ കീറാം. എൻ്റെ പിന്നെ ഒരു സ്റ്റിക്കറാണ്. ഞാൻ ഇതിലത്തെ സ്റ്റിക്കർ ഫുള്ള് തീർത്ത് എനിക്ക് ജേണലിനും എൻ്റെ ഫ്രണ്ട്സിനും കൊടുക്കാൻ അത്യാവശ്യം വന്നതിനോണ്ടാണ്. കാരണം ഞങ്ങൾ അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഒരു ഗ്യാങ്ങാണ്. ഒരു ഗ്യാങ്ങിൽ ഞങ്ങൾ 3 ആൾക്കാരേ ഉള്ളൂ. എൻ്റെ ഫുള്ള് ബട്ടർഫ്ലൈ ബ്ലൂ ടീമാണ്, ആൻഡ് വൈറ്റ് ഇങ്ങനത്തെ ടീമാണ്. പിന്നെ ഇത് കുറച്ച് നമുക്ക് ഇത് പലതരം ഇങ്ങനത്തെ കുറേ എണ്ണുണ്ട്. നിങ്ങളിപ്പോൾ ഞാൻ ഒന്നിടത്ത് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ പശയാക്കിയിട്ട് നിങ്ങളിവിടെ ഒരു പേജിൽ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെന്ന് വിചാരിക്കും. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അങ്ങനത്തെ ഒരു സാധനമാണിത്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പൂമ്പാറ്റകളുണ്ട് ഗൈസ്. പൂമ്പാറ്റകളുടെ ഇതിച്ചാ തന്നെ പൂമ്പാറ്റകളുടെ ഇതങ്ങനത്തെ ഇതൊന്ന് കഴിയോ ഗൈസ്. ഈ ചാനലിൽ പറഞ്ഞാൽ പല ആക്രിക്കട പോലെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ള ചാനൽ, ഈ ചാനലിൻ്റെ. അപ്പം അടുത്തത് ഇങ്ങനത്തെയാണ്, എനിക്ക് പറയാൻ വാക്കില്ല ഗൈസ്. ഉണ്ടോ ഇങ്ങനത്തെ ഉണ്ട്. പിന്നെ അതൊരു ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കറാണ്. പിന്നെ കുറച്ച് സ്റ്റാമ്പ്സ് ആണ് ഗൈസ് ബട്ടർഫ്ലൈൻ്റെ. നമുക്കൊരു ചാനൽ ചെയ്താലോ. ഇനി ബാക്കി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ കാണിച്ച തന്നെയാണ് ബാക്കിയില്ല.
കാണിച്ച പോലത്തെയാണ് ബാക്കിയില്ലേ. പിന്നെ ഞാൻ ഇത്രയും നാൾ നിങ്ങൾക്ക് കാണിക്കാത്ത ചെയ്ത ജേണൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. ജേണൽസ് എന്നല്ല, ജേണൽ കാണിച്ചു തരാം. ഞാൻ ടാസ്ക് ഇട്ടെ, നിങ്ങളുടെ പേരും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കമൻറ്റ് ബോക്സ് ഓൺ ആണെങ്കിൽ എത്ര നിങ്ങളെ പേരും നിങ്ങളെ പിറന്നാൾ ഡേറ്റും കമൻറ്റ് ചെയ്യണേ. ഒരു വെറുതെ ഒരു രസത്തിനാണ് ഗൈസ്. എൻ്റെ പിറന്നാൾ എല്ലാ ആൾക്കാരും ഏതെങ്കിലും ഉണ്ടോ നോക്കാം. നിങ്ങൾ ഏപ്രിൽ മാസം ആണെങ്കിൽ മാത്രം ചെയ്യുക, ഏപ്രിൽ മാസം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട എന്നെനിക്ക് പറയുള്ളൂ. പിന്നെ നിങ്ങളെ അമ്മയ്ക്കോ അച്ഛനോ ടാട്ടനോ അനിയനോ അട്ടില്ലെന്ന് വെച്ചാൽ അവരെ ഏറ്റവും ഏപ്രിൽ മാസമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ചിലരുണ്ടോ വിശ്വാസത്തിലൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇത്രയും നാളും ചെയ്ത ജേണൽ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ പുതിയ ജേണൽസൊക്കെ ചെയ്തിട്ടുണ്ട്. മൈ ജേണലിന് പറഞ്ഞിട്ടൊരു പൂമ്പാറ്റേൻ്റെ ചിത്രക്കല്ല്, പിന്നെ ഒരു സ്റ്റാമ്പൊക്കെ ഇട്ട്. ഇത് വളരെ ചെറുതാണ്, ചെറിയ രീതിയിലാണ് ഞാൻ ചെയ്തത്. ആ സമയത്ത് എനിക്ക് അത്ര പിടിയില്ല ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഇതൊരു ബ്ലൂ ടീമാണ്. എനിക്ക് ബ്ലൂ ടീം ആയതിനോട് ഞാൻ കൂടുതലും ചെയ്തൊരു ബ്ലൂവാണ്. കൂടുതലല്ല, ഫുള്ളും ബ്ലൂവാണ്. ആകെ അല്ല ഒരു മഞ്ഞ ടീമാണ്. എന്ന് വെച്ചാൽ ഫ്രഞ്ച് വേസിൻ്റെ പോലത്തെയാണ്. നിങ്ങൾ പേജൊക്കെ കാണുന്നുണ്ടാവോ? ഇതൊക്കെ ഞാൻ വെറുതെ ചെയ്താണ് ബോറടിച്ചിരിക്കുമ്പോൾ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇത് ഞാൻ ഹോം മെയ്ഡായി ചെയ്ത ജേണലാണ് ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ഞ ടീം. കണ്ടോ, ഫ്രഞ്ച് വേസിൻ്റെ ടീം. എൻ്റെ ഒരു സൺ പറഞ്ഞു പോകുന്നു. ഇതിൻ്റെ ഹൈഡ് ആൻഡ് സിക്കിൻ്റെ ഒരു ടീമാണ്. ഹൈഡ് ആൻഡ് സിക്ക് എന്ന് പറഞ്ഞാൽ അത്ര വലുതൊന്നുമല്ല, ഒരു മീഡിയം സൈസ്. നമ്മൾ കുട്ടികൾ നമ്മളിലാരും അന്യന്മാരെല്ലാം. കണ്ടോ, ഇനി ഇതാണ് ഞാൻ ഇന്നലെ ചെയ്ത ജേണൽ. ഇത് ഞാൻ കുറേ അത്ര ഒന്നുമില്ല എന്നാലും ഉണ്ട്. ഇത് നവംബർ മാസത്തെ ഞാൻ ചെയ്തതാണ് ഗൈസ്. ഇനി നമുക്ക് ചെയ്യണം. നമുക്ക് ഇനി വേണ്ടത് ഒരു പ്ലെയിൻ പേപ്പർ വേണം. അതിനിപ്പോൾ നടക്കുക പ്ലെയിനായ പേപ്പർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കള്ളിലെ പേപ്പറാണ് വേണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു പേജ് പറിക്കണം. അപ്പോൾ അതാ ഞാനൊരു പേജ് പറിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു മൂടി എടുക്കുക. ഞാൻ എടുക്കുന്ന ടൈഗർ ബാമിൻ്റെ മൂടിയാണ്. എന്നിട്ട് നമ്മളൊരു പെൻസിൽ എടുത്തിട്ട് ആ മൂടി വെച്ചിട്ട് നമ്മൾ വരയ്ക്കുക. എന്നിട്ട് രണ്ട് കുഞ്ഞു ചെവി നമ്മൾ വരയ്ക്കുക.
ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും കിട്ടിയില്ല. കണ്ടോ? ഇനി നമ്മൾ സ്വന്തം കത്രിക ചേട്ടൻ എടുക്കുകയാണ്. ഇത് വെട്ടാനാ. അത്ര ഗുമ്മൊന്നുമില്ല കാണാൻ. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഞാൻ എന്തെങ്കിലും ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു രീതിയിൽ. എൻ്റെ വെട്ടലും കൊട്ടലും കുറച്ചെണ്ണം തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം ആരെ വിളിക്കുക? പക്ഷേ ചേട്ടനെ. എന്നിട്ട് നമ്മൾ പക്ഷെ ഇത് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് പോലെയാണ് എന്നും വിചാരിച്ച ആരും ഇങ്ങനെ തറന്നത് ചുണ്ടിലൊന്നും തേക്കരുത്. പിന്നെ നമ്മൾ ചുണ്ടടയ്ക്കുമ്പോട്ട് ഇങ്ങനെ ആയിപ്പോവും. ഇത്തിരി പസയാക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഇത്തിരി പസയാക്കുക. ഇതാ ഞാൻ ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുവിടെ ഞാൻ ഒട്ടിക്കണം. ഇതിൻ്റെ മുമ്പ് ലേശൂടി പശ ആക്കുകയാണ് ഞാൻ. കത്രിക കുട്ടപ്പന എടുക്കുക. എന്നിട്ട് ഇതായിട്ട് കട്ട് ചെയ്യുക. ഞാൻ അത്ര വലിയ ഗുമ്മായിട്ടുണ്ട്. ഇതാ എങ്ങനെയാണ് കണ്ടോ? മുകളിലത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നവംബർ മാസത്തെയാണ് ചെയ്യുന്നത്. മുകളിലത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എപ്പോഴേ ചെയ്ത് കഴിഞ്ഞാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈനെ ഞാൻ വെട്ടിയെടുക്കുകയാണ്. ആ വലിയ ബട്ടർഫ്ലൈ ഞാൻ നേരത്തെ തൊട്ട് കാണിച്ചെന്ന്. ഇത്തിരി നേരം എടുക്കും ഗൈസ്. ഇങ്ങാനിത് പകുതി വെച്ച് കട്ടായെന്ന് നമ്മളെ പണി തീർന്നെന്ന് പറയാം. ഞാൻ ആദ്യം നല്ലോണം വെട്ടിയില്ല. എനിക്ക് ഇങ്ങനെ വെട്ടുമ്പോൾ ടെൻഷനാണ്. എങ്ങാനും മുറിഞ്ഞ കഥ തീർന്നു എന്നില്ലൊരു ടെൻഷനാണ്. എങ്ങാനും ഏറ്റവും പകുതി വെച്ചിട്ടും മുറിഞ്ഞാലേ
നല്ലോണം നമ്മൾ ഈ പശയാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുക. എന്ത് കാണാൻ ചെയ്യില്ല. ഈ ഒരു പേജ് നിറച്ചില്ല. പൂമ്പാറ്റ ആ പേജിൽ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അതേറ്റ രീതിയിൽ ഒട്ടിച്ചത്. സ്നേഹം കൊണ്ടേ മണ്ണിൽ പുതിയൊരു ലോകം പണിയക്കണം, പുതിയൊരു ലോകം പണിയക്കണം, നല്ലൊരു ലോകം പുലരുന്നു കാണാൻ നല്ലത് മാത്രം. അപ്പോൾ ഗൈസ് നമുക്കിത് പൊട്ടിക്കാന്നല്ല, ഇതൊന്ന് കീറിയെടുക്കണം. ഇതുപോലെ ഞാൻ കീറിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൽ പശയാക്കുക. ഈ ചാനൽ സർപ്രൈസ് നിങ്ങളെല്ലാവരും എടുത്തുണ്ടാവുന്നില്ല. ഞാൻ നേരത്തെ കാണിച്ചില്ല, ഞാൻ ചാനൽ സർപ്രൈസ് നിങ്ങൾക്ക് ഉണ്ടാക്കാറില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കി ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ച് ഉണ്ടാക്കിക്കും. എനിക്ക് വേറെ ഒന്നും പറയാമല്ലോ ഗൈസ്. നിങ്ങൾ സാഹചര്യം അങ്ങനെ നേരത്തെ നമ്മൾ ഒരു പേപ്പർ താഴത്തൊട്ടിച്ചില്ലയോ, അതിൻ്റെ മുകളിലായിട്ട് ഇതുമ്പോൾ ഒട്ടിക്കുക. തലത്തിനെ ഞാൻ ഒട്ടിച്ച് ഇങ്ങനെ. ഈ ഭാഗം നമുക്ക് ഒരു സ്കെയിൽ ആവശ്യമാണ്. ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത്